ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ദേവയാനിക്ക് ഒന്ന് നേരെ ചൊവ്വേ സംസാരിക്കാനോ എണീറ്റ് നടക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല കേട്ടോ. ദേഹമാസകലം നല്ല വേദനയും ഒക്കെ ഉണ്ടാകും. ഇതേ സമയത്തായിരിക്കും നയനയുടെ ശുശ്രൂഷയും പരിചരണവും ഒക്കെ. നയന നല്ല രീതിയിൽ തന്നെ ദേവയാനിനെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം ദേവയാനിക്ക് അതൊരു അരോചകവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടൊക്കെ ആകുന്നുണ്ട്. എന്നെ ഇവള് ശുശ്രൂഷിക്കേണ്ടാന്നും ഒക്കെ തന്നെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. ചൊട്ടലെ ശീലം ചൊടല വരെ എന്ന് പറയണ പോലെ തന്നെ ദേവയാനി എത്ര വീഴ്ചകൾ സംഭവിച്ചാലും നമ്മുടെ നയനേനെ തള്ളി തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അതൊന്നും ഗൗനിക്കാതെ നമ്മുടെ നയന ദേവയാനിയുടെ പിന്നാലെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ദേവയാനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നയനയായിരിക്കും. എങ്കിൽ മരുമകളെന്ന് പറഞ്ഞ പൊക്കി തലയിൽ വെച്ചുകൊണ്ടിരുന്ന അനാമിക തിരിഞ്ഞു പോലും നോക്കുന്നില്ലായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് ദേവയാനിക്ക് ഒരു ഉണർവ് വരികയാണ്. അങ്ങനെയാണ് ദേവയാനി നമ്മുടെ നയനേനെ മനസ്സിലാക്കുകയും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ജയനും ചെറിയച്ഛനും ഒക്കെ വന്ന് ഇങ്ങനെ പറയും, തനിക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പാടാണ് ആ കുട്ടി ചെയ്യുന്നത്, അടുക്കളയിലെ ജോലികൾ മുഴുവൻ ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഇങ്ങനെ നോക്കണം, പാവമുണ്ട്, ആ കുട്ടിയുടെ സ്നേഹം ഇനിയെങ്കിലും നീ കണ്ടില്ല എന്ന് നടിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കുകയാണ് നമ്മുടെ ദേവയാനി. ഇതേ സമയത്ത് നമ്മുടെ അനാമികയുടെ അമ്മ അനാമികയോട് പറയുന്നുണ്ടായിരിക്കും, ഈ സമയത്ത് അവരെ കയ്യിലെടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് കൂടി നിനക്ക് കിട്ടും, അതുകൊണ്ട് ദേവയാനീനെ നീ ഒന്ന് ശ്രദ്ധിച്ചോണം, അതുപോലെ തന്നെ ശുശ്രൂഷിക്കുന്ന പോലെയൊക്കെ ഇടയ്ക്ക് ഒന്ന് ചെല്ലണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരിക്കും കേട്ടോ. എങ്കിൽ അനാമിക പറയുന്നുണ്ട്, അമ്മ എന്ത് വിഡിത്താണ് ഈ പറയുന്നത്, അവർ തളർന്ന് കിടക്കുന്ന അവരെ കൊണ്ട് നമുക്ക് ഇനി എന്താ ഗുണമുള്ളത്, അവർ നേരെ നിന്ന് വർത്തമാനം പറയുന്ന സമയത്തായിരുന്നെങ്കിൽ നമുക്ക് ഗുണമുണ്ട്, ഇപ്പോൾ എന്ത് ഗുണം, അതുകൊണ്ട് ഇനി അവരുടെ ശുശ്രൂഷിക്കാനോ അവരുടെ പിന്നാലെ പോകാനോ വല്യമ്മയെന്ന് വിളിച്ച് നടക്കാനോ ഒന്നും ഞാനില്ല, അതൊക്കെ അവരുടെ ഒരു മരുമകളുണ്ടല്ലോ, ആ മരുമകൾ തന്നെ ചെയ്തോളും. ഇനിയാണ് എനിക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, വല്യമ്മയായിരുന്നു ഇവിടുത്തെ എല്ലാം, ഇപ്പോൾ അവർ തളർന്ന് വീണില്ലേ, ഇനിയിപ്പോൾ എൻ്റെ അമ്മേനെ സോപ്പിട്ട് കയ്യിലെടുക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്താകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കുതന്ത്രങ്ങൾ നമ്മുടെ അനാമിക ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അനാമികയ്ക്ക് വേറെ ഫുഡ് വേണോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ നയന പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അത് ചെയ്ത് തീരട്ടെ, അല്ലെങ്കിൽ തനിക്ക് വേണമെങ്കിൽ താൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയാണ്. ഉടനെ തന്നെ നമ്മുടെ ചെറിയമ്മ അത് ഏറ്റുപിടിക്കുന്നുണ്ട്. ജാനകി വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, എൻ്റെ മരുമകളോട് ഉണ്ടാക്കി പഠിക്കാനോ, അതെ അതൊക്കെ നിൻ്റെ ജോലികളാണ്, ഇവളെ നല്ല ആസ്തിയും നല്ല അന്തസ്സും അവിചാരിയുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്നവളാണ്, ഇവളെ അത് പൊന്നുപോലെ അവർ നോക്കിയത്, അതുകൊണ്ട് തന്നെ അടുക്കള കയറിയ ശീലങ്ങളോ ഒന്നും ഇവക്കില്ല, നീയൊന്നും അതുപോലെ അല്ലല്ലോ, ഒരു കോളനി കിടന്നവളുമാരല്ലേ, അപ്പോൾ നിനക്കൊക്കെ ഇതൊക്കെ നന്നായിട്ട് അറിയാൻ നല്ല വശമുണ്ട്, പിന്നെ നിനക്ക് അർഹതയുണ്ട്, ഇത് ഇവക്ക് എന്ത് വേണമെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കാൻ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവൾ പറയുന്ന സാധനങ്ങൾ വെച്ചുണ്ടാക്കിയിട്ട് നീ ബാക്കി ജോലി ചെയ്താൽ മതി എന്ന് ജാനകി പറയായിരിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ദേവയാനിക്ക് നല്ല ദേഷ്യം വരികയാണ്. ദേവയാനി എന്നിട്ട് പറയുന്നുണ്ട്, അനാമിക നിർത്തിക്കോണം, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോണം, ആ പാവം അടുക്കളയിൽ കിടന്ന് ഇത്രയും നേരം കഷ്ടപ്പെടുകയല്ലായിരുന്നു, പോരാത്തതിന് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം, അതിന് ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ, ആ കുട്ടിയല്ലേ എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ, കൈകൾക്ക് രണ്ടിനും ഒരു കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ നിന്നെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നത് നിൻ്റെ അമ്മായിമ്മ ഉണ്ടല്ലോ, അമ്മായിമ്മയോടും കൂടെ പറ, രണ്ടുപേരും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയറ് നിറച്ച് കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴായിരിക്കും ജാനകി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത്. ഉടനെ ജലജ ചെന്ന് ജാനകിയോട് പറയുന്നുണ്ട്, എന്താ ജാനകി നമ്മൾ കേൾക്കുന്നത്, ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ഏട്ടത്തി പ്ലേറ്റ് മാറ്റിയോ, ഏട്ടത്തിനെയും അവൾ കയ്യിലെടുത്തോ, ആദർശിനെ വലവേശി പിടിച്ചു, ഇപ്പോൾ ഏട്ടത്തിനെയും കൂടെ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ സത്യം തന്നെയാണോ എന്നിങ്ങനെ ജാനകിയോട് ചോദിക്കാൻ കേട്ടോ. ജാനകിയും ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ നിൽക്കാൻ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ദേവയാനിയുടെ വോയിസിന് മുൻപിൽ ജാനകിക്കും ജലജയ്ക്കും ഒന്നും തന്നെ പറയാനുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ തന്നെ നയന റൂമിലേക്ക് കയറി പോകുമായിരിക്കും കേട്ടോ. അപ്പോൾ നയനനെ കണ്ട് ആദർശും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും എല്ലാം അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, എപ്പോഴും ദൈവം സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ, തൻ്റെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ഇപ്പോൾ അമ്മയും തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത്, ഇനി ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും, അമ്മ നിനക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ആരെതിർത്താലും നിനക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുവാണേ.
ശേഷം കാണിക്കുന്നത് നമ്മുടെ നവ്യയാണെങ്കിൽ നയനയോട് പറയുന്നുണ്ട്, നീ ഇനിയും ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് ഓരോന്ന് കഷ്ടപ്പെട്ട് നിൻ്റെ ജീവിതം തുലയ്ക്കല്ല. നിനക്ക് നല്ലൊരു കഴിവുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ അമ്മേനെ ശുശ്രൂഷിച്ചും അതുപോലെ നീ അടുക്കളയിൽ കിടന്നും നിൻ്റെ ജീവിതം നീ പാഴാക്കി കളയില്ലേ എന്ന് പറയുമ്പോൾ, ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്, ഇതൊന്നും എനിക്ക് ഒരു അരോചകരമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇതൊക്കെ ഞാൻ നല്ല സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമാണ്. അമ്മേനെ ശുശ്രൂഷിക്കാൻ പറ്റിയതുകൊണ്ടല്ലേ അമ്മ എന്നെ അംഗീകരിച്ചതും ഇപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ എന്നെ സ്നേഹിക്കാനും തുടങ്ങിയത്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്ന ജോലികളാണ്. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരങ്ങൾ എല്ലാവരും വയറ് നിറച്ച് കഴിക്കുന്നത് കാണുമ്പോഴും മനസ്സറിഞ്ഞ് കഴിക്കുന്നത് കാണുമ്പോഴും അതിൽ നിന്നും കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നവ്യ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ അതൊക്കെ ഒരു സൈഡിൽ നിൽക്കണം. പക്ഷെ നിനക്ക് ഒരുപാട് നല്ലൊരു ഭാവിയുണ്ട്, അതുകൊണ്ട് നീ അത് കളഞ്ഞു കുളിക്കല്ലേ നായന. ചേച്ചി എന്തായി പറയുന്നത്, ഇപ്പോൾ ആദർശിന് നിന്നെ വലിയ കാര്യമാണ്, അതുകൊണ്ട് തന്നെ നീ എന്തായാലും ഓഫീസിലേക്ക് പോകണം. ഓഫീസിൽ പോയി ഡിസൈനറായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോഴേ ഇവിടെ ഉള്ളവളുമാരുടെയൊക്കെ നെഗളിപ്പ് നിൽക്കുകയുള്ളൂ. ആ അനാമികയുടെ മുൻപിൽ നിനക്കൊരു വില ഉണ്ടാവണമെങ്കിൽ നീ നമ്മുടെ ഓഫീസിൻ്റെ MD ആകണം എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്, MD ആകാനോ? അത് ആദർശേട്ടനുള്ള സ്ഥാനമല്ലേ? അതൊക്കെ ശരിയാണ്, പക്ഷേ MDയുടെ ഒപ്പത്തിലുള്ളൊരു പോസ്റ്റ് അവിടുത്തെ ഒരു ഫാഷൻ ഡിസൈനറായിട്ട് നീ ചെല്ലുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മുത്തശ്ശനൊക്കെ അന്നേ നിന്നോട് പറഞ്ഞല്ലേ. അപ്പോൾ എന്തായാലും നീ അതിന് അനുവാദം മേടിക്കണം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ നിൻ്റെ അമ്മായിമ്മയോട് ചോദിച്ചാൽ അമ്മായിമ്മ എന്തായാലും സമ്മതിക്കും. അതുകൊണ്ട് നീ നൈസായിട്ട് കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കണം. എന്നിട്ട് നീ ജോലിക്ക് ജോയിൻ ചെയ്യുകയും വേണം. അപ്പോൾ അടുക്കളയിലേക്ക് അനാമികയും കയറിക്കോളും. അനാമിക കയറി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാട്ടെ. നീ ഓഫീസിലും അവളെ അടുക്കളക്കാരിയാക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യയും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്കും ഒരു ആഗ്രഹമൊക്കെ തോന്നുകയാണ്. അങ്ങനെ നയന ആദർശനോട് പറയുമ്പോൾ, തന്നോട് ഞാൻ എത്ര നാളായിട്ട് പറയുന്ന കാര്യമാണ് ഓഫീസിലേക്ക് വരാൻ, തനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് സ്വാഗതമാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഓഫീസിലേക്ക് പോകാൻ തീരുമാനം എടുക്കുകയാണ്. ഇതേ സമയത്ത് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ആദർശും അനിയും നവ്യയും ഒക്കെ നയനയോട് ഇങ്ങനെ കണ്ണ് കാണിക്കാൻ കേട്ടോ അമ്മയോട് ചോദിക്കുക എന്ന് പറയുകയാണേ. ഉടനെ തന്നെ നവ്യ ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കുകയാണ്, അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ, ഞാനൊരു അനുവാദം ചോദിക്കുകയാണ്. എനിക്കും ഓഫീസിൽ പോയി വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കുറച്ച് ഡിസൈൻസൊക്കെ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമെന്നും ഒക്കെ ഒരു താല്പര്യം തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് പോയിക്കോട്ടെ അമ്മേ, ഓഫീസിൽ ജോയിൻ ചെയ്തോട്ടെ, അമ്മയുടെ അഭിപ്രായം എന്താണ് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഉടനെ തന്നെ ജലജയും ജാനകിയും അത് ഏറ്റുപിടിക്കുകയാണേ. അല്ല ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്, ഓഫീസിൽ പോകാനോ? ഏതോ ഒരു ഡിസൈൻ വരച്ചു, അത് വലിയ കോടികൾ കിട്ടി എന്നൊക്കെ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് വലിയ ആളൊന്നും ആവല്ലേ. ഓഫീസിൽ പോകാനും അവിടെയുള്ള വർക്കുകൾ ഏറ്റെടുക്കാനുള്ള ഇതൊന്നും നിനക്കായിട്ടില്ല. പിന്നെ മൂർത്തീസ് ജ്വല്ലറി താഴേക്ക് പോയി എന്ന് വിചാരിച്ചാൽ മതി. അല്ല നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ അടുക്കള ജോലികളൊക്കെ ആര് ചെയ്യും? അതിന് വേറെ ആരെങ്കിലും നീ വെക്കുമോ? അതോ നിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ? അതുകൊണ്ട് നീ എവിടേക്കും പോകുന്നില്ല. ഇപ്പം നീ എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞത് അതുപോലെ അങ്ങ് കഴിഞ്ഞാൽ മതി എന്ന് ജാനകിയും പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അനാമികയും എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ദേവയാനിക്ക് നല്ല കട്ട കലിപ്പ് തന്നെ ആവുന്നുണ്ട് കേട്ടോ. ദേവയാനി ഉടനെ ചോദിക്കുന്നുണ്ട് ജാനകിയോടും ജലജയോടും, അതൊക്കെ തീരുമാനിക്കാൻ നിങ്ങളാരാ? നയന എൻ്റെ മരുമകളാണ്, എൻ്റെ മരുമകളുടെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. അവൾക്ക് ഓഫീസിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾ ഓഫീസിൽ പോയിക്കോട്ടെ. അവൾ മാത്രമേ ഈ വീട്ടിലെ ജോലികൾ ചെയ്യാവുള്ളൂ എന്നും പാചകം ചെയ്യാവുള്ളൂ എന്നൊന്നും നിയമമൊന്നും ഇല്ലല്ലോ. ഇവിടെ നിനക്കൊരു മരുമകളുണ്ടല്ലോ, വേണമെങ്കിൽ ചെയ്യുക. പിന്നെ മരുമകൾ ചെയ്യുന്നത് ദണ്ണാണെങ്കിൽ നീയും കൂടിക്കോ, ജലജനെയും കൂട്ടുപിടിച്ചോ. എന്തായാലും നയന നാളെ മുതൽ ഓഫീസിലേക്ക് പോവുകയാണ് എന്ന് ദേവയാനിയും പറയാൻ കേട്ടോ. അങ്ങനെ അവരുടെ പ്ലാനിങ്ങുകളെല്ലാം സക്സസ് ആകുകയാണ്. അങ്ങനെ നയന ഓഫീസിലേക്ക് പോകുമായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ജലജയും ജാനകിയും അതുപോലെ തന്നെ അനാമികയും കൂടെ അടുക്കള ഭരണം ഏറ്റെടുക്കുകയും കൂടെ ഒക്കെ ചെയ്യാണ്. ഇതൊക്കെ തമിഴിൽ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളാണ്. നിങ്ങൾക്ക് ഇത് ഫേക്കാണെന്ന് തോന്നുന്നവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ.